ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായ ഒരു കഥ കേൾക്കൂ. കല്യാണ ആലോചനയ്ക്ക് സാക്ഷി പറയാനെത്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയെക്കുറിച്ച് അറിയാമോ? മനോഹരമായ സാംസ്കാരിക പെരുമയും ചരിത്രവും എല്ലാമുള്ള വളരെ മനോഹരമായൊരു ദേശമാണ് ഒഡീഷ. പുരി ജഗന്നാഥൻ വസിക്കുന്നിടം ഒഡീഷയിൽ നിലനിന്നിരുന്ന കലിംഗം പ്രാചീന ഇന്ത്യയിലെ കരുത്തുറ്റ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. കലിംഗവുമായിട്ടുള്ള യുദ്ധമാണ് അശോക ചക്രവർത്തിയിൽ മാനസാന്തരമുണ്ടാക്കിയതെന്ന ചരിത്രം നമ്മൾക്കറിയാമല്ലോ. അനേകം ക്ഷേത്രങ്ങളുണ്ട് ഒഡീഷയിൽ. എന്നാൽ ജഗന്നാഥ ക്ഷേത്രമാകും ഒഡീഷ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുക മനോഹരമായ വിടർന്ന കണ്ണുകളുള്ള വിഗ്രഹങ്ങളുള്ള ബലരാമസ്വാമിയും ജഗന്നാഥസ്വാമിയും ഒപ്പം അവരുടെ കുഞ്ഞി പെങ്ങളായ സുഭദ്രയും കുടികൊള്ളുന്ന ഇടം. മാ താരാതരിണി ക്ഷേത്രമുണ്ട് അവിടെ, ലിംഗരാജ ക്ഷേത്രമുണ്ട്, കൊണാർക്ക് സൂര്യക്ഷേത്രമുണ്ട്, ബ്രഹ്മേശ്വര ക്ഷേത്രമുണ്ട്, ഗുണ്ടിച്ച ക്ഷേത്രമുണ്ട്, ഭുവനേശ്വറിലെ രാമക്ഷേത്രം. ഇവയെല്ലാം ഒഡീഷയിലെ വളരെ പ്രശസ്തങ്ങളായ ക്ഷേത്രങ്ങളാണ്. ഒഡീഷയിൽ പുരി ഭുവനേശ്വർ ദേശീയപാതയിൽ മധ്യകാലഘട്ടത്തിൽ കലിംഗ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചൊരു ക്ഷേത്രമാണ് സാക്ഷി ഗോപാൽ ക്ഷേത്രം. വളരെ രസകരമായൊരു ഉത്ഭവ കഥയാണ് ഈ ക്ഷേത്രത്തിന്. ആ കഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പണ്ട് പുരിയിൽ ഒരു വയോധികനായ വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹം ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു. പുരിയിലെ ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജകൾ അർപ്പിക്കുവാൻ ഇടയ്ക്കിടെ എത്തുമായിരുന്നു. ഒരിക്കൽ ഉത്തരേന്ത്യയിലെ, അതായത് പുണ്യസ്ഥലങ്ങളിലേക്കൊരു യാത്ര പോകുവാൻ അദ്ദേഹം തീരുമാനിക്കേണ്ടായി. കാശിയും ദേവപ്രയാഗും ഒക്കെ സന്ദർശിച്ച ശേഷം അദ്ദേഹം ഒടുവിലെത്തിയത് വൃന്ദാവനത്തിലാണ്. പ്രപഞ്ചപരിപാലകനായ ഭഗവാന്റെ അവതാര പാദങ്ങൾ പതിഞ്ഞ ആ വൃന്ദാവനത്തിൽ ഈ യാത്രികൻ നന്നേ ക്ഷീണിച്ചിട്ടാണ് എത്തിയത്. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിലെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി. അവിടെ ഒരു യുവാവ് ആ വൃദ്ധയാത്രികനെ ശുശ്രൂഷിക്കുവാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ആ പരിചരണത്തിൽ ആരോഗ്യം വീണ്ടെടുത്ത വൃദ്ധൻ ഈ ചെറുപ്പക്കാരൻ്റെ മഹാമനസ്കതയിൽ വളരെ സന്തോഷിച്ചു. തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു നൽകാമെന്ന് അദ്ദേഹം ആ യുവാവിന് ആ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അകത്തു വെച്ച് വാക്കു നൽകി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തീർത്ഥയാത്ര കഴിഞ്ഞ് വയോധികൻ പുരിയിൽ മടങ്ങിയെത്തി. ആ യുവാവ്, അദ്ദേഹം തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ യുവാവ് ഒരു അനാഥനായിരുന്നു. ആ അനാഥ യുവാവ് തന്നെ ശുശ്രൂഷിച്ച കാര്യവും അദ്ദേഹത്തിന് താൻ നൽകിയ വാക്കുമൊക്കെ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിയില്ലേ? ദരിദ്രനും അനാഥനുമായൊരുത്തന് നമ്മുടെ മകളെ എങ്ങനെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തോന്നിയത്? വളരെ വിചിത്രമായിരിക്കുന്നു നിങ്ങളുടെ ചിന്ത എന്ന് പറഞ്ഞ് ഭാര്യ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. താൻ വാക്കു നൽകിയെന്നും അതിനി മാറ്റില്ല എന്നും ആ വയോധികൻ അവരോട് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. എന്നാൽ ഭാര്യ അതൊന്നും വിടാൻ ഒരുക്കമായിരുന്നില്ല. അവരദ്ദേഹത്തെ നിർത്താതെ വഴക്കു പറഞ്ഞു. ഒടുവിൽ വയോധികൻ തൻ്റെ ആ തീരുമാനം മാറ്റി. വൃന്ദാവനത്തിൽ നിന്ന് ഇത്രയും ദൂരം താണ്ടി തൻ്റെ മകളെ പെണ്ണ് ചോദിക്കാൻ ആ യുവാവ് ഇവിടെ ഈ പുരിയിലെത്തില്ല എന്ന് ആ വയോധികൻ വിശ്വസിച്ചു. എന്നാൽ ആ ധാരണ പാടെ തെറ്റി. ആ യുവാവ് ഒരു ദിവസം എത്തുക തന്നെ ചെയ്തു. വാക്കനുസരിച്ച മകളെ കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് യുവാവ് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ അങ്ങനെയൊരു വാക്കു നൽകിയിട്ടില്ല എന്നായിരുന്നു വയോധികൻ്റെ മറുപടി. ഇത് ആ യുവാവിനെ ചൊടിപ്പിച്ചു. വാക്കു മാറ്റുന്നത് മാന്യതയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വയോധികൻ്റെ വീട്ടുകാരും യുവാവും തമ്മിൽ അങ്ങനെ തർക്കമായി. ഒടുവിൽ നാട്ടുകാരിടപെട്ടു. വയോധികൻ വാക്കു നൽകിയതിന് സാക്ഷിയുണ്ടോ എന്ന് ആ നാട്ടുകാർ തിരക്കി. ക്ഷേത്രത്തിൽ വെച്ചാണ് ഇദ്ദേഹം തനിക്ക് വാക്കു നൽകിയതെന്നും സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് തൻ്റെ സാക്ഷിയെന്നും ആ യുവാവ് പറഞ്ഞു. നാട്ടുകാരിത് കേട്ട യുവാവിനെ പരിഹസിച്ചു. അഭിമാനം വ്രണപ്പെട്ട യുവാവ് വൃന്ദാവനത്തിലേക്ക് തിരികെ പോയി. അവിടെ ചെന്ന് ക്ഷേത്രത്തിന് മുന്നിൽ കൈകൂപ്പി അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഹരേ ഗോപാല, എന്നോടൊപ്പം പുരിയിലേക്ക് വന്ന് അങ്ങ്
സാക്ഷി പറയണം. വലിയ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു ആ യുവാവ്. ആ യുവാവിൻ്റെ ആവശ്യം കേട്ട് ഭഗവാൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഒരു അശരീരിയായിട്ട് ആ ക്ഷേത്രത്തിൽ മുഴങ്ങി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഏതെങ്കിലും ദൈവം സാക്ഷി പറയാനായിട്ട് ഇത്ര ദൂരം വന്നൊരു കഥ കേട്ടിട്ടുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. എത്രേ. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഗോവിന്ദ, ഈ പ്രപഞ്ചത്തിൽ എവിടെയും എത്തുന്ന അങ്ങേക്ക് എന്നോടൊപ്പം ഇത്ര ദൂരം വന്നാൽ എന്താണ്? അങ്ങ് വന്നേ പറ്റൂ. എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല. പ്രേമസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭക്തരുടെ ഏതൊരു ശാഠ്യത്തിന് മുന്നിലും എന്നും വഴങ്ങാറുണ്ട്. അങ്ങനെ ഭഗവാൻ ഇത്തവണയും വഴങ്ങി. ശരി, ഞാൻ വരാം, നീ മുന്നിൽ നടക്കൂ. ഒരു വ്യവസ്ഥയുണ്ട്. പുരിയിലെത്തുന്നതുവരെ നീ എന്നെ തിരിഞ്ഞു നോക്കരുത്. ഞാൻ പിന്തുടരുന്നുണ്ടോ എന്നൊരു സംശയവും നിനക്ക് വരരുത്. അങ്ങനെ ചെയ്താൽ യാത്ര അവിടെ തീരും എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ യാത്ര തുടങ്ങി. ഭഗവാന്റെ കാലിലെ ആ പാദസ്വരത്തിൽ നിന്നും കിലുങ്ങുന്നൊരു ശബ്ദം ഉയരുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് യുവാവ് ഭഗവാൻ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഈ യുവാവും ഭഗവാനും കൂടി ഇവരുടെ വീട്ടിലെത്തി പുരിയിൽ. എന്നിട്ട് അദ്ദേഹം ആ വീടിൻ്റെ മുറ്റത്ത് ചെന്നു നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിതാ സാക്ഷിയുമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്നും ആ വയോധികനും അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയും ഇറങ്ങി വന്നു. മാത്രമല്ല, ഈ അനാഥനായ യുവാവിൻ്റെ ആ വലിയ ഉച്ചത്തിലുള്ള പറച്ചിൽ കേട്ട് അയൽവക്കക്കാരും ആ അയൽവക്കക്കാർ വഴി നാട്ടുകാരും എല്ലാവരും അല്പസമയത്തിനകം അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ഈ യുവാവ് പറഞ്ഞു, നോക്കൂ, ഞാൻ സാക്ഷിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഭഗവാൻ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ കൂടെ സാക്ഷി പറയാൻ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം വൃന്ദാവനത്തിൽ ഗോപാലമൂർത്തി ക്ഷേത്രത്തിൽ വെച്ചാണ് എനിക്ക് വാക്കു തന്നിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന്. ആ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാനെ ഞാനിതാ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ആ നിമിഷം ഭഗവാൻ അവിടെ എല്ലാവർക്കും കാണുകയും പ്രത്യക്ഷനായി മാറുകയും ആ വയോധികൻ ആ ഭഗവാന്റെ ആ ഒരു രൂപം കണ്ടതോടു കൂടിയിട്ട് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല ഭഗവാന്. ഞാൻ വാക്കു കൊടുത്തിരുന്നു, എൻ്റെ തെറ്റാണ്. എൻ്റെ ഭാര്യ എന്നെ ചീത്ത പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വാക്കു മാറ്റിയത്. സാക്ഷാൽ ഭഗവാൻ എൻ്റെ മുന്നിൽ വന്നു നിന്ന അവസ്ഥയ്ക്ക് ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഞാൻ ഈ അനാഥ യുവാവിന് കൊടുത്ത വാക്ക് സത്യമാണ്. എൻ്റെ തെറ്റാണ്, ഞാൻ മറച്ചു വെച്ചതാണ് നിങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞ് ആ ഭഗവാനോടും നാട്ടുകാരോടും എല്ലാം അദ്ദേഹം ക്ഷമ പറഞ്ഞു. അങ്ങനെ സാക്ഷി, തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് സാക്ഷി പറയാൻ വന്ന ഭഗവാൻ പിന്നീട് സാക്ഷി ഗോപാൽ എന്ന പേരിൽ അറിയപ്പെട്ടു. പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെ മാറിയാണ് സാക്ഷി ഗോപാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരിയിൽ ജഗന്നാഥസ്വാമിയെ കാണാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം കൂടി സന്ദർശിക്കുക. ഭഗവാനോട് നീതികരമായ എന്തൊരു കാര്യം പറഞ്ഞാലും തീർച്ചയായിട്ടും അത് നടക്കും, അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷിയായിട്ടെത്തും. ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ സാക്ഷി പറയാൻ തീർച്ചയായിട്ടും എത്തും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കഥ. ഏതൊരു ഭക്തൻ്റെ കൂടെയും ഭഗവാൻ ഇപ്രകാരം തന്നെ ഉണ്ടായിരിക്കുമെന്ന ആ ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോവുക ഭക്തർ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തന്നെ ഇതേപോലുള്ള മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ഹരേ കൃഷ്ണ.